ഹലോ മൈ ഡിയർ ഓൾ. ഇന്ന് ഞാൻ അവരക്ക കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഇവിടുത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സബ്ജി എന്ന് പറയും. ഞങ്ങളുടെ പാലക്കാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതിനെ ഉപ്പേരി എന്ന് പറയും കേട്ടോ. ഇതൊരു മഹാരാഷ്ട്രീയൻ സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മഹാരാഷ്ട്രീയൻ സ്റ്റൈലിൽ വെച്ചാൽ ഇത് പൂന മഹാരാഷ്ട്രീയൻ സ്റ്റൈലിൽ കേട്ടോ. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 1/4 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒന്നുകിൽ ഇടിക്കല്ലിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇടിച്ച് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ പിന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട്, ചെറിയ ജാറില്ലേ അതിലിട്ടിട്ട് ഒന്ന് രണ്ട് പൾസ് ചെയ്താൽ മതി. അപ്പോൾ അത് ആറട്ടെ ആദ്യം. അപ്പോഴേക്കും ഇത് കണ്ടോ, ഇതാണ് അവരക്ക. ഇത് നന്നാക്കി എടുക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഓരോന്നായിട്ട് പൊളിച്ച് നോക്കി അതിൽ വല്ല കേടുണ്ടോ നോക്കിയിട്ട് വേണം എടുക്കാൻ. പുറത്ത് കണ്ടാൽ അറിയേയില്ല അതിൽ കേട് വല്ലതും ഉണ്ടോ എന്ന്. ഇത് ഞാൻ രാത്രി തന്നെ ഒരു ദിവസം ചെയ്ത് വെച്ചതാണ് ഇങ്ങനെ. അതിന് തന്നെ എനിക്ക് ഒരു 1/4 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സബ്ജി ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ മെയ്ഡ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി തന്നതാണ്. അതുപോലെ ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് അവരുണ്ടാക്കിയപ്പോൾ. ഇടയ്ക്കൊക്കെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. എൻ്റെ പേരക്കുട്ടിക്കുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് ഈ സബ്ജി. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അവൾ ഉണ്ടാക്കാൻ പറയും അത് അവളുടെ വീട്ടിൽ. എനിക്കാണെങ്കിൽ ഇത് കുട്ടിക്കാലത്ത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സബ്ജിയായിരുന്നു. ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിരുന്നല്ലോ. അവരൊക്കെ പന്തലിട്ട് കൊടുത്ത് ആ പന്തൽ അടുക്കളയുടെ ചായ്പിലുള്ള ഓടിൻ്റെ മുകളിലേക്ക് അങ്ങ് പടർന്ന് പോകും. അത് അപ്പോൾ പന്തലിലുള്ളതെല്ലാം പറിച്ചെടുക്കും വലിയവർ. അപ്പോൾ ഓടിൻ്റെ പുറത്ത് ഉള്ളത് എങ്ങനെ പറിക്കുക? അപ്പോൾ ഞങ്ങൾ കുട്ടികളെ ആരെങ്കിലും ഓടിൻ്റെ പുറത്തേക്ക് ഒന്ന് കയറ്റി വിടും. ഇങ്ങനെ എടുത്ത് പൊക്കിയാൽ അത്രേ ഹൈറ്റ് ഉണ്ടാവുള്ളൂ പൊക്കുന്ന സ്ഥലത്ത്. അന്നത്തെ ഓടിട്ട വീടൊക്കെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരിക്കൽ കയറി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ താഴ്ത്തിറങ്ങില്ല, അതിൻ്റെ മേലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഓട്ടിൻ്റെ പുറത്ത് കയറാൻ വേണ്ടിയിട്ട് അമ്മമ്മയുടെ അടുത്ത് പറയും അവരൊക്കെ പറിക്കണ്ടേ നമുക്ക്, അവരൊക്കെ പറിക്കണ്ടേ നമുക്ക്. അമ്മമ്മ പറയും അതൊക്കെ മൂക്കട്ടെ എന്നിട്ട് പറിക്കുക, അത്ര ആയിട്ടില്ല അതെന്ന്. എന്തിനാ അത് കയറാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കയറിയാൽ പിന്നെ ഇറങ്ങി വരാൻ അത് നമ്മുടെ കയ്യിലല്ലേ. എന്തോ ഒരു രസമായിരുന്നു ആ കാലമൊക്കെ ഓർക്കുമ്പോൾ ഇല്ലേ. ഇന്നത്തെ കുട്ടികൾക്ക് ഇതുപോലെ വല്ല എൻജോയ്മെൻറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഒരു പുസ്തകവും കമ്പ്യൂട്ടറും മൊബൈലും അല്ലാതെ വേറെന്തൊക്കെയാ അല്ലേ. പുറത്ത് കയറ്റി വിടുമ്പോൾ ഓട് പൊട്ടാതിരിക്കാൻ ഒരു വിദ്യ പറഞ്ഞു തന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 2 ഓടുകൾ ചേർന്ന് ആ ജോയിൻറ്റിലേ കാല് വയ്ക്കാൻ പാടുള്ളൂ. ഓടിൻ്റെ നടുക്ക് കാല് വെച്ചാൽ ഓട് പൊട്ടിപ്പോവും. ഞാൻ ഇന്നും അതൊക്കെ ഓർക്കണുണ്ട് കേട്ടോ. അതങ്ങനെ കടല ചതച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് ഉണ്ടാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇത് കുറച്ച് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു. പിന്നെ അതിൽ ജീരകം ഇടും. നമ്മൾ കടുകിടും, അവർ ജീരകം ഇടും. ജീരകം ഒന്ന് വീർത്ത് വരുമ്പോൾ ആ ഉള്ളിയും 2-3 വെളുത്തുള്ളി അല്ലിയും കൂടി അരഞ്ഞു വെച്ചതില്ലേ അതിനെ എണ്ണയിലിട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റണം. പിന്നെ അതിൽ ഞാൻ 1 സ്പൂണ് മുളക് പൊടിയും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ വേറെ യാതൊരു മസാലയും അതിനാവശ്യമില്ല. പിന്നെ പറയാൻ വിട്ടുപോയി, ഒരു തക്കാളിയും കൂടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഉള്ളി നല്ലപോലെ മൂത്തതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തി പിന്നെ അതിനകത്ത് തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഈ അവരൊക്കെ അങ്ങോട്ട് അതിലിടണം. ഞാൻ പറഞ്ഞില്ലേ കുട്ടിക്കാലത്ത് ഇത് കഴിക്കാൻ ഇഷ്ടമില്ല. അതിന് മെയിനായിട്ട് കാരണം ഇതായിരിക്കും. അവരൊക്കെ ഒരിക്കൽ ഉണ്ടായി തുടങ്ങിയാൽ പിന്നെ മിക്കവാറും ആഴ്ചയിൽ 3 ദിവസം അവരൊക്കെ തന്നെ ആയിരിക്കും. ഒന്നുകിൽ അവരൊക്കെ തോരനായിരിക്കും, അല്ലെങ്കിൽ അവരൊക്കെ മെഴുക്ക് പുരട്ടിയായിരിക്കും, അല്ലെങ്കിൽ സാമ്പാറിലിട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ പുളിങ്കറിയിലായിരിക്കും. എല്ലാവരിലും ഉണ്ടാവും ഈ അവരക്ക. കഴിക്കാൻ മടി കാണിക്കുമ്പോഴാണ് അമ്മമ്മയ്ക്ക് ദേഷ്യം വരിക. അമ്മമ്മ അടുത്ത് വന്നിരിക്കും കഴിക്കണതിൻ്റെ അടുത്ത്.
എന്നിട്ട് പറയും ഈ പെരപ്പുറത്ത് കയറാനുള്ള ഉത്സാഹമൊന്നും ഇപ്പോൾ ഇത് കഴിക്കുന്ന കാര്യത്തിൽ കാണുന്നില്ലല്ലോ, ഇന്ന് നിന്നെ ഇത് ഞാൻ കഴിപ്പിച്ചിട്ടേ ഇരിക്കുള്ളൂ എന്നും പറഞ്ഞ് അവിടെ ഇരിക്കും. എന്നിട്ടിത് നിർബന്ധിച്ച് എൻ്റെ വായിലങ്ങ് കുത്തി തീർക്കും. എൻ്റെ കണ്ണെന്നാണെങ്കിൽ ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുന്നുണ്ടാവും. തുപ്പിക്കളയാനും നിവൃത്തിയില്ല, ഇറക്കാതിരിക്കാനും പറ്റില്ല. ഇതെങ്ങനെ കഴിക്കും? ഇത് കണ്ടു നിൽക്കണ എൻ്റെ അമ്മാവനും ഒക്കെ ചിരിക്കാൻ തുടങ്ങും. അതും കൂടി കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും. അതിൻ്റെ കൂടെ അമ്മമ്മയുടെ ഒരു ഡയലോഗും കൂടി ഉണ്ടാവും. ഇത് കഴിച്ചിട്ട് അങ്ങോട്ട് ചത്ത് പോവുകയാണെങ്കിൽ പോട്ടെ, സഹിച്ചോളാം ഞാൻ. അതും കൂടി കേൾക്കുമ്പോഴേക്കും ഒന്നുകൂടി വിങ്ങാൻ തുടങ്ങും. അങ്ങനെ കടല പൊടിച്ചതും കൂടിയിട്ട് അതിൻ്റെ കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തോളൂ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ.